നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ലയിൽ ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പെരുമ്പടപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KSTAയുടെ 26 അധ്യാപകരാണ് ഈ വർഷം ഉപജില്ലയിൽ നിന്ന് വിരമിക്കുന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനോയ് T. മോഹൻ ഉപഹാര സമർപ്പണം നടത്തി. MD ദിനകരൻ, സ്മിത K. മേനോൻ, സുധിൻ KS, PB സജീവ്, KH സിന്ധു, TV വിനോദിനി, ശാരിക സജീവൻ, TN അജയകുമാർ, VM കരീം, B സജീവ്, CJ ബിന്നറ്റ്, P രമേശൻ, ഉപജില്ലാ സെക്രട്ടറി TV വിനോദ്, KJ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. വേനൽക്കാലത്ത് ദാഹിച്ചു വലയുന്നവർക്കായി കുടിവെള്ളവുമായി JCI തൃപ്രയാറിന്റെ മുൻ പ്രസിഡന്റായിരുന്ന സാനി ജോസഫിന്റെ റോയൽ ജ്വല്ലറിയുടെ മുൻവശത്താണ് തൃപ്രയാറിലെത്തുന്ന ജനങ്ങൾക്കായി 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കുന്നത്. ചടങ്ങ് JCI ഇന്ത്യൻ സോൺ 20യുടെ വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഞ്ജലി മനോജ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സലാഹുദ്ദീൻ, പാസ്റ്റ് പ്രസിഡന്റ് AA ആന്റണി, സാനി ജോസഫ്, രമേശ് റേ, ഡോക്ടർ പ്രത്യുഷ് പൊക്കാഞ്ചേരി, റോബിൻ CP, കുന്നത്ത് മനോജ്, പ്രോഗ്രാം ഡയറക്ടർ ഹരി ജയറാം എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ലൈബ്രറി വലപ്പാട് ബീച്ച് മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആശാൻ കവിതകളിലെ സമഭാവനകളും നവോത്ഥാന മൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സാഹിത്യകാരനും എഴുത്തുകാരനുമായ KR കിഷോറും നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാളം അധ്യാപിക ഡോക്ടർ ആര്യ വിശ്വനാഥും പ്രഭാഷണം നടത്തി. സെക്രട്ടറി ശ്യാം PK, SNASC പ്രസിഡന്റ് സുധി പൊക്കാഞ്ചേരി, KG ശേഖരൻ, സുന്ദരൻ തട്ടാരത്ത്, പ്രൊവിന്റ്, സദു ഏങ്ങൂർ, TS മധുസൂദനൻ, ക്ലബ്ബ് ലൈബ്രറി വനിതാവേദി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കരയാമുട്ടം മഴവില്ല് റെസിഡൻസ് അസോസിയേഷനും വലപ്പാട് ഷൈനിങ് സ്റ്റാർ ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലക്കാട് അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ കണ്ണ് പരിശോധനയും തിമിരരോഗ നിർണയ ക്യാമ്പും നടന്നു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേരുടെ കണ്ണുകൾ പരിശോധിച്ച് ആവശ്യമായവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയാ സൗകര്യവും ചെയ്തു കൊടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ പണിക്കർ, സെക്രട്ടറി സാലിഷ് കുമാർ, ട്രഷറർ ജസ്റ്റിൻ രാജ്, ലയൺസ് ചാർട്ടർ പ്രസിഡന്റ് ചന്ദ്രൻ VP, ഷാജി, അസോസിയേഷൻ അംഗങ്ങളായ സുജീഷ്, ദുർഗ സുനിൽ, ഗീത വിശ്വനാഥൻ, ലത പ്രദീപ്, സന്ധ്യ സതീഷ്, രജനി രജിതൻ, LC എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാർ ലയൺസ് ക്ലബ്ബോട് ചേർന്നുള്ള ഐക്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ നിരവധി ഇടപെടൽ നടത്തി വരുന്ന മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ വലപ്പാട് ഷൈനിങ് സ്റ്റാറും കൂടി ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിരവധി പരിപാടികൾ ഇത്തരത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് നടത്തി വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾ സഹകരിച്ച അഹല്യ ഫൗണ്ടേഷനെയും ഈ ഇതിലേക്ക് വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിനായി ഈ ഐക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ KSKTU നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ ബഹുജന സദസ്സ് നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. KSKTU നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത മുത്തുരാജ് അധ്യക്ഷത വഹിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KAV വിശ്വംഭരൻ, ഏരിയ സെക്രട്ടറി KS ഷെനിത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ജൂബി പ്രദീപ്, രോഷിനി പ്രശാന്ത്, MP ഉണ്ണിക്കണ്ണൻ, KK സന്തോഷ്, TV ശ്രീജിത്ത്, PV രാധാകൃഷ്ണൻ, KR ദാസൻ എന്നിവർ സംസാരിച്ചു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റായിരുന്ന KK ദിവാകരന്റെ 33ാം ബലിദാന ദിനത്തോടനുബന്ധിച്ച് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അനുസ്മരണവും നടത്തി. രാവിലെ നടന്ന പുഷ്പാർച്ചനയിൽ ഷൈജു കൊട്ടുകൽ, ധനീഷ് മടത്തിപ്പറമ്പിൽ, സേവിൻ പള്ളത്ത്, KV അരുൺ, ഗിരി, രശ്മി ഷിജോ, ഷൈൻ നെടിയിരിപ്പിൽ, NK ബീദിഹരൻ, പ്രദീപ് മുതിരപ്പറമ്പിൽ, പ്രജീഷ്, അഖിൽ പുളിക്കൽ, MN സുരേഷ്, വാസുദേവൻ തെക്കിനേടത്ത്, സോമദത്തൻ, സന്ദീപ്, സുധീർദാസ് എന്നിവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലയുടെ നിശ ശില്പശാല കഴിമ്പ്രത്ത് സമാപിച്ചു. ഗ്രന്ഥകാരനും കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയുമായ പ്രഭാകരൻ പഴശ്ശി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു.
ശില്പശാല കോർഡിനേറ്റർ ചിദംബരൻ മാസ്റ്റർ ആമുഖ പ്രസംഗം നടത്തി. ജോൺ ജോഫിയും ഇക്ബാൽ കൊടുങ്ങല്ലൂരും ക്ലാസുകൾ നയിച്ചു. എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയുമായ MN വിനയകുമാർ, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ റാണി എന്നിവർ സംസാരിച്ചു. കുട്ടമംഗലത്ത് റിഫ റാത്തീബും അന്നദാനവും നടത്തി. AK അബ്ദുൾ മജീദ് പതാക ഉയർത്തി. മുസ്തഫ ഇബ്നു ദർവേശ് റിഫ റാത്തീബിന് നേതൃത്വം നൽകി. മുഹമ്മദ് ഷെരീഫ് അഹ്സനി പ്രാർത്ഥന നിർവഹിച്ചു. അബ്ദുൽ സലാം മസ്താൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഞാൻ 1993 തുടങ്ങി കാലഘട്ടം തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഈ പരിപാടി റിഫ റാത്തീബ് അന്നദാനം. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ കംപ്ലീറ്റും നാനാ ജാതികളും എന്നോട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ അവരോട് സഹകരിക്കുന്നു. എന്നെക്കൊണ്ടായത് ഞാൻ ചെയ്യുന്നു. ഇതിൽ എനിക്കൊരു വലിയ മേൽനോട്ടം കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ജനങ്ങളായിട്ടുള്ള സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഐക്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് എന്നെക്കൊണ്ടായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അതൊരാൾ സഹായിച്ചിട്ടോ പിടിച്ചിട്ടോ അല്ല. ഞാൻ ഒറ്റയ്ക്കൊരാളാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ റിഫ റാത്തീബ് ഉണ്ടായിരുന്നു. അതിൽ ഗംഭീരമായിട്ട് വിജയിച്ചു. ഇപ്പോൾ അതേ അന്നദാനം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന രാത്രി അന്നദാനം ഉണ്ടായിരുന്നു. ഇപ്പോഴും അന്നദാനമാണ്. ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.